Hi all, welcome to my YouTube channel Mathematic. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കേരള PSC എക്സാമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ഡീറ്റെയിൽഡ് സിലബസിലെ ക്ലാസ്സസ് ആണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്താണെന്നും അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള അരിത്തമെറ്റിക് മീനും നോക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ജോമെട്രിക് മീൻ എന്താണെന്നും പിന്നെ ഹാർമോണിക് മീൻ, പിന്നെ ഇത് മൂന്നും തമ്മിൽ അരിത്തമെറ്റിക്, ഹാർമോണിക് ആൻഡ് ജോമെട്രിക്, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻസും അതിനെ ബേസ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ് ജോമെട്രിക് മീൻ എന്നുള്ള? ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ nth റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് n വാല്യൂസ് ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ്. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് n ഒബ്സർവേഷൻസ് തന്നിരിക്കും. ആ സെറ്റ് ഓഫ് ഓൾ n ഒബ്സർവേഷൻസിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ nth റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് x1, x2, x3 എക്സെട്ര അപ് ടു xn എന്ന് പറയുന്ന ഒരു n ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് nth റൂട്ട് എടുക്കുക, nth റൂട്ട് ഓഫ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ. കാരണം നമുക്ക് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് അതിൻ്റെ റൂട്ടാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര xn. ഇപ്പം നമുക്ക് രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരു 3 ഒബ്സർവേഷനാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോമെട്രിക് മീൻ എടുക്കുമ്പം ക്യൂബ് റൂട്ട് എടുക്കണം. ക്യൂബ് റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു x3, ഇതാണ് ജോമെട്രിക് മീൻ. ഇത് ജസ്റ്റ് സിംഗിൾ നമുക്ക് ഒരു ഒബ്സർവേഷൻസ് റോ ഡേറ്റാസ് മാത്രം തരുന്നുള്ള കേസിലാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ നമ്മുടെ ഫ്രീക്വൻസിയും കൂടെ ബേസ് ചെയ്ത് തരണമെങ്കിൽ ഫോർമുലയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് x1 കറസ്പോണ്ടിങ് f1, x2 കറസ്പോണ്ടിങ് f2, എക്സെട്ര xn കറസ്പോണ്ടിങ് fn ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രീക്വൻസിയും കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് പറയാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നത് x1 റൈസ് ടു f1 ഇൻറ്റു x2 പവർ എടുക്കുക f2, എക്സെട്ര xn റൈസ് ടു fn. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് 1/nth റൂട്ട് എടുക്കണം. 1/nth എന്ന് പറയുന്നത് ആ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഫ്രീക്വൻസികളുടെ സമ്മാണ്. സമ്മേഷൻ ഓഫ് ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ nth റൂട്ടാണിത്. ഓക്കെ, nth റൂട്ട് എന്ന് പറയുന്നതിന് പറയുന്നത് റൈസ് ടു 1/n എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ x1 റൈസ് ടു f1 ഇൻറ്റു x2 റൈസ് ടു f2. ആ ഒരു ഫോമിൽ അതിൻ്റെ പവർ എടുക്കുക, പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ nth റൂട്ട്. ഈ n എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസികളുടെ സമ്മാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഫോർമുല നോക്കാം. അപ്പോൾ ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു x1, x2 എക്സെട്ര xn ദ ഹോൾ റൈസ് ടു 1/n. ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യപ്പോഴേ ലോഗ് gm ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ലോഗ് xi/n എന്നുള്ള ഫോം കിട്ടും. അതായത് ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടിയും കൂടെ അവിടെ അപ്ലൈ ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ലോഗ് ab ദ ഹോൾ റൈസ് ടു 1/2 ആണെങ്കിൽ ലോഗിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് 1/2 ലോഗ് ab എന്ന് എടുക്കാം. ഇനി ലോഗ് ab മീൻസ് ലോഗ് a പ്ലസ് ലോഗ് b ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എടുക്കുമ്പോഴാണ് ഈ ഒരു ഫോമാറ്റ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 1/n ഇൻറ്റു ലോഗ് x1 പ്ലസ് ലോഗ് x2 പ്ലസ് എക്സെട്ര ലോഗ് xn. അതിനെയാണ് നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതിയത്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നും കൂടെ അരിത്തമെറ്റിക് മീനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയണത് എങ്ങനെയെന്ന് വെച്ചാൽ ലോഗരിതം ഓഫ് ദ ജോമെട്രിക് ഓഫ് n ഒബ്സർവേഷൻ. അതായത് ജോമെട്രിക് മീനിൻ്റെ ലോഗരിതം എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്? അരിത്തമെറ്റിക് മീൻ ഓഫ് ലോഗരിതം ഓഫ് n ഒബ്സർവേഷൻ. n ഒബ്സർവേഷൻ്റെ ലോഗരിതത്തിൻ്റെ അരിത്തമെറ്റിക് മീൻ ഇക്വലൻ്റ് ആണ് ലോഗ് ഓഫ് ജോമെട്രിക് മീൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു റിലേഷനാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ ഫ്രീക്വൻസിയുടെ കേസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെയും നമുക്ക് ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് ഓഫ് gm ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ fi ലോഗ് xi എന്നുള്ള ഫോമിൽ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ജോമെട്രിക് മീനിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസാണ്. അതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്: ഇഫ് n1 ഒബ്സർവേഷൻ ഹാവ് ജോമെട്രിക് മീൻ g1 ആൻഡ് n2 ഒബ്സർവേഷൻ ഹാവ് ജോമെട്രിക് മീൻ g2, then the geometric mean of the combined group of n1 plus n2. n1 plus n2 എന്ന് പറയുന്ന ഒബ്സർവേഷൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ജോമെട്രിക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോഗ് g ഈസ് ഈക്വൽ ടു, നമ്മൾ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ലോഗ് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. ലോഗ് g ഈസ് ഈക്വൽ ടു n1 ലോഗ് g1. g1 എന്ന് പറയുന്നത് n1 ഒബ്സർവേഷൻ്റെ ലോഗാണ്, ജോമെട്രിക് മീനാണ്, പ്ലസ് n2 ലോഗ് g2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഓക്കെ, ഇനി അടുത്തൊരു റിസൾട്ട് എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ഓഫ് എ സെറ്റ് ഓഫ് റേഷ്യോ
ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ജോമെട്രിക് മീൻ ഓഫ് നമ്മുടെ ഡിനോമിനേറ്റർ. അതായത് നമുക്ക് റേഷ്യോ വൈസ്, അതായത് 8/3, 4/5, 6/6 എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു 3 വാല്യൂസ് തന്നിട്ട് ഇതിൻ്റെ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, ഇതാണ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണത് നമുക്ക് ഈ ഒരു ഫോമിൽ ചെയ്യാം. അതായത് ജോമെട്രിക് മീൻ ഓഫ് ന്യൂമറേറ്റേഴ്സ് ചെയ്യാം. 8, 4, 6ൻ്റെ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക ഡിവൈഡഡ് ബൈ ജോമെട്രിക് മീൻ ഓഫ് 3, 5, 7. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇത് ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം റേഷ്യോസിൻ്റെ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ സെപ്പറേറ്റും ഡിനോമിനേറ്ററിൻ്റെ സെപ്പറേറ്റും ജോമെട്രിക് മീൻ എടുത്ത് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റേഷ്യോസിൻ്റെ ജോമെട്രിക് മീൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഹാർമോണിക് മീൻ എന്നുള്ളതാണ്. ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഒബ്സർവേഷൻ ഓഫ് ദ സെറ്റ്. അതായത് നമ്മുടെ സെറ്റ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് തന്നിട്ട്, ഓക്കെ, അരിത്തമെറ്റിക് മീനും ഹാർമോണിക് മീനും തമ്മിലുള്ള റിലേഷൻ ജസ്റ്റ് പറയാം. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് 3 ഒബ്സർവേഷൻ എടുക്കാം, x1, x2, x3. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ നമ്മുടെ അരിത്തമെറ്റിക് മീൻ നമ്മൾ സാധാരണ എക്സ് ബാർ എന്നാണ് കൊടുക്കുന്നത്. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണത് x1 + x2 + x3, അതായത് ആ ഒബ്സർവേഷൻ്റെ സം എടുക്കും ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷനുണ്ട്. ഇവിടെ 3 ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്കിതിനെ ഇതായിട്ട് എഴുതാം, ഫോമുലായിട്ട് എഴുതണമെങ്കിൽ സമ്മേഷൻ xi/n എന്നുള്ള രീതിയിലാണ് എക്സ് ബാറിൻ്റെ ഫോമുല. ഇനി ഇതിൽ നിന്ന് നമ്മുടെ ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ അരിത്തമാറ്റിക് മീനിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കണം. ഇൻവേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് തിരിച്ച് വരും, ഏതാ n/, എന്നുള്ള ഫോം പറയണം. ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ. അത് മാത്രമല്ല അവിടെ ഒബ്സർവേഷൻസിൻ്റെയും റെസിപ്രോക്കൽ എടുക്കണം. അതായത് നമുക്കിത് എഴുതപ്പോൾ ഫോമുല എഴുതപ്പം n/, ഓക്കെ, ഫസ്റ്റ് ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. ഇൻവേഴ്സ് മീൻസ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക ഡിവൈഡഡ് ബൈ സമ്മേഷൻ xi എല്ലാം ആ xiകളുടെ റെസിപ്രോക്കലും കൂടെ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർമോണിക് മീൻ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കണക്കാണെങ്കിൽ 3 ഡിവൈഡഡ് ബൈ 1/x1 + 1/x2 + 1/x3 ഈ ഒരു ഫോമിൽ എഴുതുന്നതാണ് ഹാർമോണിക് മീൻ ഓഫ് 3 ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്നും കൂടി നോക്കാം. അപ്പോൾ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിൻ്റെ ഇൻവേഴ്സ് മീൻസ് റെസിപ്രോക്കൽ എന്നുള്ള ഫോം തന്നെയാണ്. അത് മാത്രമല്ല ഇൻവേഴ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഒബ്സർവേഷൻ ഓഫ് എ സെറ്റ്. അവിടെ ഒബ്സർവേഷൻ, അതായത് സെറ്റ് ഓഫ് ഒബ്സർവേഷൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, എന്നിട്ട് അരിത്തമെറ്റിക് മീനിൻ്റെ ഇൻവേഴ്സും കൂടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ കണക്കിന് 2 ഫോമുല ഉണ്ട്. റോഡേറ്റിയുടെ ഫോമുല ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഫ്രീക്വൻസിയുടെ കേസ് എടുക്കപ്പോഴും അവിടെ ക്യാപിറ്റൽ N എന്ന് ഉദ്ദേശിക്കുന്നത് സമ്മേഷൻ ഓഫ് fi ആണ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ fi xi എന്നായിരുന്നു അരിത്തമെറ്റിക് മീൻ്റെത്. ഇവിടെ ചെയ്യപ്പോൾ സമ്മേഷൻ fi × 1/xi എന്നുള്ള ഫോം എടുക്കണം. ഓക്കെ, ഇതാണ് ഹാർമോണിക് മീൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് 3ഉം തമ്മിലുള്ള റിലേഷനാണ്. അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ തമ്മിലുള്ള റിലേഷൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് arithmetic mean is always greater than or equal to geometric mean. Geometric mean is greater than or equal to harmonic mean. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ നമുക്ക് ഇത് 3ഉം തമ്മിൽ വരുന്ന ഫോമുലാസ് ബേസ് ചെയ്ത് 2 വാല്യൂസിൻ്റെ ഫോമുലാസ് എഴുതാം. അതായത് x1, x2 2 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 2ഉം കൂടെ സം ചെയ്യുക ഡിവൈഡഡ് ബൈ 2. ജോമെട്രിക് ആണെങ്കിൽ സ്ക്വയർ റൂട്ടാണ്, സ്ക്വയർ റൂട്ട് ഓഫ് x1 × x2. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ കണക്കാണെങ്കിൽ എങ്ങനെ എഴുതുന്നത്, നമ്മുടെ 2 അല്ലേ, അപ്പോൾ 2/1/x1 + 1/x2 ആണ്. ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് ജസ്റ്റ് ക്രോസ് ആയിട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 2x1 x2/x1 + x2 എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് റിലേഷൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീനും ഹാർമോണിക് മീനും അറിയാമെങ്കിൽ ജോമെട്രിക് മീനും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോമുലയാണ്. അതായത് GM = √am ×
HM ഹാർമോണിക് മീൻ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ട് മൂന്നാമത്തത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇനി തിരിച്ച് ഈ ഒരു ഫോമുല പഠിച്ചാൽ മതി. നമുക്കിതിൽ നിന്ന് ജസ്റ്റ് രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് AM-ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഹാർമോണിക് മീനിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ GM²/AM. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാം. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ GM-ൻ്റെ സ്ക്വയർ, ജോമെട്രിക് മീനിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ നമ്മുടെ ഹാർമോണിക് മീൻ എന്നുള്ള ഫോമും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റിലേഷൻ പഠിക്കാം, അതിൽ നിന്ന് തന്നെ നമുക്ക് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ആൻ ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത്രയും നമ്മൾ നോക്കിയതെല്ലാം ഡിസ്ക്രീറ്റിൻ്റെ കേസാണ്. അതായത് ഡേറ്റാസ് തന്നെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബേസിക്കലി ഒരു 3 രീതിയിൽ നമുക്ക് ഡേറ്റാസ് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഡിസ്ക്രീറ്റ് ഡേറ്റയും മെയിനായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യപ്പോഴേ ഡേറ്റാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡേറ്റയെ മെയിൻലി രണ്ടായിട്ട് എടുക്കാം. ഡിസ്ക്രീറ്റും എടുക്കാം, കണ്ടിന്യൂസും എടുക്കാം. ഡിസ്ക്രീറ്റ് കേസും ഉണ്ട്, കണ്ടിന്യൂസ് കേസും ഉണ്ട്. ഓക്കെ, ആ ഡിസ്ക്രീറ്റിൽ തന്നെ നമുക്ക് ഡിസ്ക്രീറ്റ് കേസിനെ അൺഗ്രൂപ്ഡ് ഡേറ്റാസ് എന്നും ഇതിനെ ഗ്രൂപ്ഡ് ഡേറ്റാസ് എന്നും എടുക്കാറുണ്ട്. ഇനി ഈ ഡിസ്ക്രീറ്റിൽ തന്നെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് നമുക്ക് ഡിസ്ക്രീറ്റിൽ തന്നെ റോ ഡേറ്റാസ് തരുന്ന കേസും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തരുന്ന കേസും. ഓക്കെ, റോ ഡേറ്റാസും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുമാണ്. അപ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റിൽ നമ്മളിപ്പോൾ നേരത്തെ നോക്കിയ 2 കേസാണ്. അതായത് ജസ്റ്റ് റോ ഡേറ്റാസ് മീൻസ് X1, X2, എക്സെട്ര സെറ്റ് ഓഫ് ഒബ്സർവേഷൻ തരും. ഇവിടെ ആണെങ്കിൽ ഇതേ രീതിയിൽ ഒബ്സർവേഷൻസും തരും. X1-ന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, X2-ന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, ആ ഒരു ഫോമിൽ തരുന്നതാണ് ഡിസ്ക്രീറ്റ്. ഇനി കണ്ടിന്യൂസ് ഉണ്ട്. കണ്ടിന്യൂസ് മീൻസ് ഇൻ്റർവെലായിട്ട് നമുക്ക് അതിൻ്റെ റേഞ്ച് തന്നിരിക്കും. ഇൻ്റർവെൽ ഫോമിൽ തരികയാണെങ്കിൽ, അതായത് നമുക്കിപ്പം 1 മുതൽ 5 വരെ ഫ്രീക്വൻസി, ഇത് ഇവിടെ നിന്ന് എക്സായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 1 to 5 വരെ ഇപ്പോൾ സപ്പോസ് ഫ്രീക്വൻസി 2 എന്നും, അടുത്ത 5 to 10 അങ്ങനെ ഫ്രീക്വൻസിയും ക്ലാസ്സസ് ആയിട്ട് നമുക്ക് തരും. ഇൻ്റർവെൽസ് ആയിട്ട് തരുന്ന കേസുണ്ട്. ഓക്കെ, അതിനെയാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഡേറ്റാസ് കണ്ടിന്യൂസ് എന്നുള്ള ഫോമിൽ വരുന്നത്. അപ്പം ഇവിടെ ഈ ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻ്റർവെലാണ്, ഓപ്പൺ ഇൻ്റർവെൽ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഫോമിലാണ് വരണമെങ്കിൽ നമുക്ക് ഡാഷ് കനോട്ട് ബി ഡിറ്റർമിൻ, മീൻ കനോട്ട് ബി ഡിറ്റർമിൻ, മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് സർട്ടൻ വാല്യൂ ഈസ് 9 ആൻഡ് ദ ജോമെട്രിക് മീൻ ഈസ് 6. അപ്പോൾ നേരത്തെ നമ്മളൊരു ഫോമുല പഠിച്ചാണ്, ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അരിത്തമെറ്റിക് മീൻ 9 ആണെന്നും ജോമെട്രിക് മീനും തന്നിട്ട് ഹാർമോണിക് മീൻ, അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോമുല അപ്ലൈ ചെയ്യാം. ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു ജോമെട്രിക് മീൻ സ്ക്വയർ ബൈ നമ്മുടെ അരിത്തമെറ്റിക് മീൻ. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതെങ്കിലും 2 മീൻ വാല്യൂസ് തന്നിട്ട് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. അടുത്തത് ഹാർമോണിക് മീൻ ഈസ് സ്യൂട്ടബിൾ ആസ് ആൻ ആവറേജ് ഫോർ ഫൈൻഡിങ് ഔട്ട്. ഓക്കെ, ഇനി ഹാർമോണിക് മീൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയപ്പോഴാണ്. ഓക്കെ, നമ്മൾ ആവറേജ് സ്പീഡിൻ്റെയൊക്കെ ഫോമുല പഠിക്കുന്നത് ഇപ്പോൾ 2 സ്പീഡ് തന്നിട്ട് അതിൻ്റെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ ഫോമുല 2xy ഡിവൈഡഡ് ബൈ x1 + x2 ആണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ 2 ഒബ്സർവേഷനിൽ ഹാർമോണിക് മീൻ നമ്മൾ പഠിച്ച ഫോമുല. അപ്പോൾ ഹാർമോണിക് മീൻ നമ്മൾ സാധാരണ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇനി അതേ രീതിയിൽ ജോമെട്രിക് മീൻ ഈസ് ബെറ്റർ ദാൻ അതർ മീൻസ്. ജോമെട്രിക് മീൻ ബാക്കിയുള്ള മീൻസിനെക്കാട്ടി ബെറ്റർ ആവുന്ന ഏത് ടൈപ്പ് ഡേറ്റാസിനാണെന്ന് വെച്ചാൽ റേഷ്യോസ് ആയിട്ട് നമുക്ക് ഡേറ്റാസ് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെർസെൻറ്റേജസ് ആയിട്ട് ഡേറ്റാസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് മീനും ഹാർമോണിക് മീനിനെയും കാട്ടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ജോമെട്രിക് മീൻ ഉപയോഗിച്ച് ആ ഡേറ്റാസ് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹാർമോണിക് മീൻ സാധാരണ ബാക്കിയുള്ളതിനെക്കാട്ടി ബെറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പീഡ്സിനും റേറ്റ്സൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് അപ്ലൈ ചെയ്യും? ഹാർമോണിക് മീൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ജോമെട്രിക് മീൻ ബാക്കിയുള്ള മീൻസിനെക്കാട്ടി ബെറ്ററായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ആറിൻ്റെ റേഷ്യോ. നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചത് റേഷ്യോസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ സെപ്പറേറ്റ് ഡിനോമിനേറ്റർ സെപ്പറേറ്റ് എന്നുള്ള ഫോമിൽ ജോമെട്രിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് അതിൻ്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, ഹാർമോണിക് മീൻ സാധാരണ ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്പീഡ്സും റേറ്റ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലത്തിലാണ്. ഓക്കെ,
ഇനി അടുത്തൊരു പ്രോബ്ലം ഇതാണ്. ഇഫ് 2 ഒബ്സർവേഷൻസ് ആറ്, 2 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് 10ഉം -10ഉം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹാർമോണിക് മീൻ എന്താണെന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, 2 വാല്യൂസ്, അതായത് ഒന്ന് x1ഉം അടുത്തത് അതിൻ്റെ നെഗറ്റീവും. ഓക്കെ, x1ൻ്റെ വാല്യൂവും -x1ഉം ആണ് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, 2 ഒബ്സർവേഷൻ തരപ്പോൾ നമുക്ക് ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ ഫോർമുല അറിയാം. എന്താണ്? 2xy ഡിവൈഡഡ് ബൈ x1 + x2 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ x1ഉം -x1 2 ഒബ്സർവേഷൻ, ഒന്ന് പോസിറ്റീവും അതിൻ്റെ നെഗറ്റീവും സെയിം നമ്പറാണ് തരണമെങ്കിൽ എപ്പോഴും നമ്മുടെ ഡിനോമിനേറ്റർ വാല്യൂ 0 ആയിപ്പോവും. ഡിനോമിനേറ്റർ 0 ആവുന്ന കേസ് വരുമ്പം അതെന്തായിട്ട് മാറും? ഹാർമോണിക് വാല്യൂ ഇൻഫിനിറ്റീവായിട്ട് മാറും. ഓക്കെ, ഡിനോമിനേറ്റർ 0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് പറയാം. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആകുമ്പം അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തന്നിരിക്കും. ഇൻഫിനിറ്റി എന്നോ അല്ലെങ്കിൽ നോട്ട് അൺഡിഫൈൻഡ് ആയിട്ടുള്ളത് വാല്യൂ എന്നോ എന്തെങ്കിലും പറഞ്ഞായിരിക്കും തരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 2 ഒബ്സർവേഷൻ തരെയാണ്. ഒന്ന് പോസിറ്റീവും അതിൻ്റെ തന്നെ നെഗറ്റീവ് വാല്യൂ, അതായത് ഇവിടെ എടുക്കുമ്പോൾ 10ഉം -10ഉം. അങ്ങനെ വരുന്ന ഇത് കേസിൽ ഹാർമോണിക് മീനിൻ്റെ വാല്യൂ എപ്പോഴും ഇൻഫിനിറ്റി അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും. ഇനി അടുത്തത്, എല്ലാ ഒബ്സർവേഷൻസും സെയിം ആണ്, സെയിം നമ്പേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ 2 ആണെങ്കിൽ 2 എക്സെട്ര 2 തന്നെ ഒരു 5 ടൈംസ് ഒക്കെ വരുന്ന കേസ്, എല്ലാ ഒബ്സർവേഷനും സെയിം വാല്യൂസ് ആണെങ്കിൽ ഈ ഹാർമോണിക്കും ജോമെട്രിക്കും അരിത്തമെറ്റിക് മീൻ എല്ലാം സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ, ജോമെട്രിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക്. ഇനി ഒബ്സർവേഷൻസ് എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹാർമോണിക് മീനും ജോമെട്രിക്കും അരിത്തമെറ്റിക് മീനും നമ്മൾ നോക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം 2 ടൈപ്പ് ഓഫ് ആവറേജസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മാത്തമാറ്റിക്കൽ ആവറേജസും പൊസിഷണൽ ആവറേജസും. അതിൽ മാത്തമാറ്റിക്കലിൽ വരുന്ന 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മീൻ, അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് ആൻഡ് ഹാർമോണിക്. അപ്പം അതിൻ്റെത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പൊസിഷണൽ ആവറേജസ്, അതായത് മീഡിയൻ, മോഡ്, അതിനെപ്പറ്റിയെല്ലാം കൂടുതൽ ക്ലാസ്സസ് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ നോട്ടിഫിക്കേഷൻ, ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.